പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 126 അധ്യായം 3 വാക്യം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രീതി മക്കളെ നോക്കൂ, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്ചര്യം ആകുമാറ് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ ഓർക്കുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോകും, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഇത് പറയുവാനിടയാകുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് വരണ്ടുണങ്ങിയ നിർജ്ജന പ്രദേശങ്ങളിലെ ഹല്ലേലൂയ താഴ്വരകൾ പെട്ടെന്നുണ്ടാകുന്ന ആ മഴയിൽ ഹല്ലേലൂയ തോടുകളായി മാറുന്നത് പോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതായത് ചവിറ്റുകുട്ടകളിൽ അല്ലെങ്കിൽ ഒരു മൂലയിൽ എറിഞ്ഞു കളഞ്ഞിരുന്ന ആ ഫയലുകൾ തെരഞ്ഞെടുത്ത് അതിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ സന്തോഷം മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പ്രിയ ദൈവമക്കളെ, അത് അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ അത് പറയുവാൻ കഴിയുകയുള്ളൂ. യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ നടക്കും, എങ്ങനെ സാധിക്കും, ഇതെങ്ങാനും നടക്കുന്ന കാര്യമാണോ എന്ന് വിചാരിച്ച് ഭാരത്തോടിരിക്കുന്നവരെ നമുക്ക് പറയാം, യെസ്, തീർച്ചയായിട്ടും ഇത് നടക്കും, ഇത് സാധിക്കും. ഹല്ലേലൂയ. യഹോവയാൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. നമുക്കാണ് അസാധ്യം, നമ്മുടെ അപ്പച്ചൻ്റെ സന്നിധിയിൽ അസാധ്യമായത് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളുടെ മധ്യത്തിലും പ്രവർത്തിക്കുന്ന നല്ലൊരു പിതാവാണ്. ഹല്ലേലൂയ. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയും അല്പം കണ്ണുനീർ ദൈവം മുമ്പാകെ ഒഴുക്കിയിട്ടുണ്ടോ എങ്കിൽ ആർപ്പോട് കൊയ്തെടുക്കുന്ന ഒരു ദിനമുണ്ടാകും. ഹല്ലേലൂയ. അന്ന് നമുക്ക് സന്തോഷിപ്പാൻ ഇടയായിത്തീരും. ആദ്യമൊക്കെ സ്വല്പം അല്പം ഹല്ലേലൂയ പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടും, എങ്കിലും അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ, നമ്മുടെ കണ്ണുനീര് കാണുന്ന അപ്പൻ, നമുക്ക് വേണ്ടി ഉത്തരം നൽകി തരുന്ന അപ്പൻ തക്ക സമയത്ത് പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഉറപ്പോട് തന്നെ നിൽക്കാം, യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്യും. നമ്മളങ്ങ് ഉറച്ചങ്ങ് വിശ്വസിച്ചങ്ങ് ഹല്ലേലൂയ ദൈവസന്നിധി അതങ്ങ് പറ, എൻ്റെ അപ്പൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്യും, എൻ്റെ കുടുംബത്തിന് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് പ്രവർത്തിക്കും, ഞാനത് കാണുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഹല്ലേലൂയ. നിലവിളികൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധി എത്തുമ്പോൾ ആ നിലവിളിക്കൊക്കെ മറുപടി ഉറപ്പാ. ഹല്ലേലൂയ. നമുക്കറിയാം, കുരുടൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. അതുവഴി യേശുവപ്പൻ പോകുന്നുവെന്ന് അറിഞ്ഞ കുരുടൻ നിലവിളിക്കുക. ഹല്ലേലൂയ. നോക്കൂ, മുന്നടക്കുന്നവർ പലരും അവനെ ശാസിച്ചു, നീ മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെയും ജീവിതത്തിൽ ഇതാ, നീ മിണ്ടാതിരിക്കെ, നിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാ, നിനക്ക് ഇതുപോലൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളെ ശാസിച്ച് അമർച്ച ചെയ്തൊക്കെ നിർത്തുന്ന ദിനങ്ങൾ. ഹല്ലേലൂയ. നാം ഓർക്കുക, ദൈവസന്നിധി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ, നമ്മൾ നിലവിളിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ അപ്പൻ ഹല്ലേലൂയ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും നിലവിളിക്കുമ്പോൾ ഈ കുരുടനും ഇതാണ് നിലവിളിച്ചു, പിന്നീട് കാണാൻ കഴിയുന്നുണ്ട്, ഏറ്റവും നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. കർത്താവിൻ്റെ സന്നിധി എത്ര നിലവിളിക്കുന്നു അത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു തരുവാൻ അപ്പൻ ഒരുക്കത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മളൊന്ന് നിലവിളിച്ചാൽ മതി, ദൈവസന്നിധി ഒന്ന് മുഴങ്കാൽ മടക്കിയാൽ മതി, നമ്മുടെ വിഷയം അപ്പൻ്റെ സന്നിധിയിൽ വെച്ചാൽ മതി. പ്രിയ മക്കളെ, അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. ഇന്ന് ആർക്കാണ് സമയം കർത്താവിൻ്റെ സന്നിധി അല്പസമയം വേർതിരിക്കുവാൻ സമയങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കണ്ടെത്തണം. കണ്ടെത്തിയാൽ അവിടെ മറുപടിയാണ്. ഹല്ലേലൂയ. നോക്കൂ, ഏറെ നിലവിളിക്കുന്നവർക്ക് ഉടൻ മറുപടി കിട്ടും. ഏറെ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ് ഏറ്റവും നിലവിളിച്ചു
നിലവിളിച്ചു. അവൻ പിന്നെയും നിലവിളിക്കോ. പലരും പറഞ്ഞു, നീ നിലവിളിക്കാതിരിക്കെ, യേശുപ്പൻ എന്താ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, നീ നിലവിളിക്കാതിരിക്കെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ആൾക്കാർ പോകുന്നിടത്തും അവൻ്റെ നിലവിളി കേൾക്കുന്ന നല്ലൊരു അപ്പൻ. അവന് ഹല്ലേലൂയ നോക്കൂ മറുപടി കൊടുക്കുക. ഹല്ലേലൂയ മറുപടി കൊടുത്തിട്ടെന്താ, അവൻ പിന്നെ അടങ്ങിയിരുന്നില്ല. അവൻ പിന്നെ കുരുടനല്ല, അവൻ കാഴ്ച പ്രാപിച്ചിട്ട് ദൈവ മഹത്വം കൊടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ പിന്നാലെ, യേശുവിൻ്റെ പിന്നാലെ പോകുകയാ. പ്രിയ മക്കളെ, ഇന്ന് പലരും അതുപോലെ നിലവിളിച്ചു, മറുപടി കിട്ടി, പിന്നീട് അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നില്ല. ആ മറുപടിയും കൊണ്ട് അവരങ്ങ് ഉറച്ചു നിൽക്കുക. നോക്കൂ, ഇവിടെ കുരുടൻ കർത്താവിൻ്റെ പിന്നാലെ പോകുക. നമ്മുടെ ജീവിതത്തിൽ അപ്പൻ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പറയണം. യേശുപ്പന എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്, കർത്താവാ എന്നെ ഉയർത്തിയത്, എൻ്റെ അപ്പൻ്റെ കൃപയാ ഞാൻ ജീവിക്കുന്നതെന്ന് പറയുവാൻ ഹല്ലേലൂയ ഓരോരുത്തരും ഒരുക്കമുള്ളവരായി തീരണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ നിലവിളിക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മുടെ നിലവിളിക്ക് മറുപടി നൽകി തരും. ദൈവസന്നിധി നമ്മൾ നിലവിളിക്കുക, ഏത് വിഷയത്തിലും ദൈവിക മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, 21-ാം അധ്യായത്തിൽ ഒരു ഹാഗാറിനെയും തൻ്റെ കുഞ്ഞിനെയും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ കരയുകയാണെങ്കിൽ കർത്താപ്പച്ചൻ നമ്മുടെ മാത്രമല്ല, നാം ഏത് വിഷയത്തിൽ കരയുന്നോ ആ വിഷയത്തെ തൊട്ടുണർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹാഗാർ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹാഗാർ ഹല്ലേലൂയ യേശുപ്പൻ ഹല്ലേലൂയ ബാലന്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ മറുപടി അങ്ങനെയാ. ഹല്ലേലൂയ. നമ്മളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അപ്പന്റെ സന്നിധി വിഷയം വെക്കുമ്പോൾ ആ വിഷയത്തിൽ മറുഭാഗത്ത് മറുപടിയാ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തോട് മുന്നേറാം. പ്രിയ മക്കളെ, നമ്മുടെ വിഷയത്തിന് മറുപടി ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെയാണോ, കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, നമ്മുടെ സമൂഹത്തിലെ ചർച്ചിന്റെ വിഷയമാണോ, ഏത് തന്നെയാകട്ടെ പ്രിയ മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ പറ, അവിടുന്ന് വിടുതല. നമ്മൾ മറ്റുള്ളവരുടെ അടുക്കൽ കൊട്ടിഘോഷിച്ച് എനിക്ക് ഈ വിഷയമുണ്ടെന്ന് പറഞ്ഞു നടക്കുവല്ല, കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് മുഴങ്കാൽ മടക്കിയാൽ മതി. അപ്പനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. അവിടെ നിലവിളിക്ക് മറുപടി തരുന്ന അപ്പൻ, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ആ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ പ്രാപിച്ചെടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും ആർപ്പോട് കൊയ്യുന്ന ദിനങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഉറപ്പോട് നിൽക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുനീര് കാണുന്ന അപ്പച്ചൻ, നിലവിളി കേൾക്കുന്ന അപ്പച്ചൻ, നെടുവീർപ്പ് അറിയുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല, നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഓരോന്നും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മളെ ദൂരത്തു നിന്ന് അറിയുന്നു, നമ്മുടെ ഓരോ നിലവുകളും അറിയുന്നു, നമ്മുടെ നടപ്പ് ഹല്ലേലൂയ ഇരിപ്പ് ഹല്ലേലൂയ കിടപ്പെല്ലാം അറിയുന്ന നമ്മുടെ അപ്പൻ നമ്മളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് യഹോവ ഞങ്ങൾക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നെന്ന് അടുത്ത ദിവസങ്ങളിൽ കേൾക്കുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അപ്പ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ അവരുടെ വിഷയത്തിൽ കൊടുക്കണേ അപ്പ. ദൈവം അനുഗ്രഹിക്കണമേ, അത്ഭുതം ചെയ്യണം കർത്താവേ. നീറിപ്പുകയുന്ന വിഷയത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ എൻ്റെ അപ്പൻ സഹായിക്കണം കർത്താവേ. ഓരോരുത്തരുടെയും വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വിശ്വാസത്തിൽ ഹല്ലേലൂയ വലിയ വർധനമുണ്ടാകുവാൻ ഇടയാകട്ടെ കർത്താവേ.
എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. അന്ത്യം വരെയും വിശ്വസ്തയോടെ നിന്ന് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഓരോ മക്കളെ ഒരുക്കത്തോടെ തന്നെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ട് അവിടുന്ന് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.